സക്സസ്! കണ്ടോടാ പക്രു, എന്റെ കണ്ടുപിടുത്തം വിജയിച്ചിരിക്കുന്നു. നീ എന്തൊക്കെയാ ഡിക്രൂസേ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് വിജയിച്ചു എന്നാ? എടാ പക്രു, നീ ആ എലിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പുതിയ കണ്ടുപിടുത്തം, വാല് വളരുന്ന മരുന്ന്. ഇനി ഇതിൽ കുറച്ചു പരീക്ഷണങ്ങൾ കൂടെ ചെയ്താൽ എലിയിൽ മാത്രമല്ല മനുഷ്യരിലും ഈ വാല് വളരും. മനുഷ്യരിലോ? അതിന് നമുക്കെന്തിനാ വാല്? നമുക്കല്ല, ബാക്കിയുള്ളവർക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാകില്ല. എടാ പക്രു, നമ്മുടെ സ്കൂളിൽ എല്ലാരും എന്നെ എന്താ വിളിച്ചിരുന്നത്? മങ്കി പെണ്ണെന്ന്. അതെ, അങ്ങനെ വിളിച്ച ഒരുത്തന്റെ മൂക്കിൽ ഞാൻ നല്ല ഇടി വെച്ചു കൊടുത്തു. അതിനെന്നെ ടീച്ചർ പുറത്താക്കി. അതിനൊന്നുമില്ല, എന്നെ മങ്കി പെൺ എന്ന് വിളിച്ചവർക്കിട്ടൊരു ചെറിയ പണി. ഈ ന്യൂ ഇയർ പിറക്കുമ്പോൾ എല്ലാവർക്കും ഓരോ വാല്. ദ റിയൽ മങ്കീസ്. എടാ ഡിക്രൂസേ. നോ, കോൾ മീ പ്രൊഫസർ ഡിക്രൂസ്. ഓ, എന്നാൽ പ്രൊഫസർ ഡിക്രൂസേ, ഇതൊരല്പം കടന്ന കൈയല്ലേ? ഇത് വേണോ? ന്യൂ ഇയറിൽ നിനക്കൊരു വാല് മുളച്ചാൽ നല്ല രസമായിരിക്കും അല്ലേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നാൽ മിണ്ടാതെ നിന്ന് പ്രൊഫസർ ഡിക്രൂസ് പറയുന്നത് ചെയ്യും. രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ പക്രുവിനെ കാണാനില്ലല്ലോ. ശരിയാ, വീട്ടിലിരുന്ന് ഫുഡ് അടിക്കുന്നുണ്ടാവും. അതൊന്നുമല്ലെന്നേ, ഞാൻ ഇന്നലെ അവനെ വഴിയിൽ വെച്ച് കണ്ടതാ. കയ്യിൽ എന്തോ വലിയ കവറുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജു അവൻ എവിടെ പോകുവാന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, അതിനവൻ എന്തോ മറുപടിയും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ആ, ഡിക്രൂസിന്റെ വീടിന്റെ അടുത്തേക്ക് അവൻ പോയത്. ഏത്? നമ്മുടെ മങ്കി പെൺ ഡിക്രൂസിന്റെ വീടിനടുത്തോ? റിച്ചു, ആരെയും കളിയാക്കുന്നത് ശരിയല്ല. ശരിയാ റിച്ചു. റിച്ചുവിനെ ആരെങ്കിലും കളിയാക്കിയാൽ റിച്ചു സഹിക്കുമോ? സോറി കൂട്ടുകാരെ. ഡിക്രൂസ് ഇപ്പോ വെറും ഡിക്രൂസ് അല്ലെന്നാ കേട്ടെ. പ്രൊഫസർ ഡിക്രൂസ് വീട്ടിൽ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താറുണ്ടത്രേ. ആണോ? ശരിക്കും. പക്ഷേ നമ്മുടെ പക്രുവിനവിടെ എന്താ കാര്യം? ആവോ, അറിയില്ല. എന്തായാലും അവൻ വരട്ടെ, അവനോട് തന്നെ ചോദിച്ചു നോക്കാം. അയ്യോ, ദേ ആ അപ്പാപ്പൻ വീണു. വേഗം വാ, നമുക്ക് പോയി നോക്കാം. എന്തു പറ്റിയതാ അപ്പാപ്പ? ഒന്നുമില്ല മക്കളെ, തല ചുറ്റി വീണതാ. അപ്പാപ്പന്റെ വീട് എവിടെയാ? ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം. വേണ്ട മക്കളെ, അപ്പാപ്പൻ പൊയ്ക്കോളാം. അപ്പാപ്പൻ എവിടെയാ പോകേണ്ടതെന്ന് പറയൂ, ഞങ്ങൾ കൊണ്ടുചെന്നാക്കാം. അപ്പാപ്പന് എവിടെയാ പോകേണ്ടതെന്ന് അപ്പാപ്പന് തന്നെ അറിയില്ല മക്കളെ. അതെന്താ അപ്പാപ്പ അങ്ങനെ? എനിക്ക് പോകാൻ ഇടമില്ല മക്കളെ. പ്രായമായപ്പോ എൻ്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായി. എൻ്റെ സ്വത്തുക്കൾ എഴുതി വാങ്ങി അവരെന്നെ പുറത്താക്കി. എനിക്ക് ആരോടും പരിഭവമില്ല മക്കളെ. അവരും പ്രായമാകുമ്പോൾ എന്നെ പോലെ ആകും. അവരുടെ കുട്ടികൾ അവരോട് ഇതുപോലെ പെരുമാറുമ്പോൾ അവർക്ക് മനസ്സിലാകും എൻ്റെ വേദന. ഞാൻ വരട്ടെ മക്കളെ. പാവ അപ്പാപ്പൻ. അതെ അതെ, ആ പാവത്തിന് ആരുമില്ല. ആര് പറഞ്ഞു ആരുമില്ലാന്ന്? ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്ന് കേട്ടിട്ടില്ലേ? ആ അപ്പാപ്പന്റെ ഒപ്പം ഈശോ ഉണ്ടാകും. ജോളി പറഞ്ഞതാ ശരി. ഈ ന്യൂ ഇയറിൽ നമുക്ക് ന്യൂ ഇയർ പ്രതിജ്ഞ ചെയ്യണ്ടേ? അത് വേണോ? കഴിഞ്ഞ വർഷം ഞാനൊരു പ്രതിജ്ഞ എടുത്തതാ, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. അത് നടക്കില്ലാന്ന് എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രീതിയുടെ പ്രതിജ്ഞ? നന്നായി ഉഴപ്പാതെ പഠിക്കാമെന്ന്. ഞാൻ ഈ നടക്കാത്ത പ്രതിജ്ഞകൾ ചെയ്യാറില്ല. ഈ പ്രാവശ്യം അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞകളെല്ലാം നടത്തണം. ശരി, സമ്മതിച്ചു. ആദ്യത്തെ പ്രതിജ്ഞ ഇത് തന്നെയാകട്ടെ: മുതിർന്നവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക.
പക്രു, ദാ പക്രു. എന്താ പക്രു നീ ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നത്? നീ എന്താ ഇപ്പോൾ കളിക്കാൻ വരാത്തത്? പക്രു നിൽക്ക്, ഒന്ന് പറയട്ടെ. ദാ പക്രു. പക്രു, നീ എന്തിനാ ഓടുന്നത്? ഈ പക്രുവിന് എന്ത് പറ്റി? അവൻ എന്തിനാ നമ്മളെ കണ്ട് ഓടുന്നത്? എന്തോ പന്തികേടുണ്ട്. പക്ഷേ എന്തായിരിക്കും? നാളെ നമുക്ക് ഈ വഴിയിൽ നിൽക്കാം. അവൻ എന്തായാലും ഇതുവഴി വരാതിരിക്കില്ല. അവനെ കിട്ടിയാൽ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. സഞ്ജു പറഞ്ഞതാ അതിന്റെ ശരി. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും പാവം എന്റെ കൂട്ടുകാർ, അവരെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ അവരിത് അറിഞ്ഞു എന്ന് ഡിക്രൂസ് അറിഞ്ഞാൽ ഞാനും വാലുമായി നടക്കേണ്ടി വരും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ. ആ, തൽക്കാലം ഡിക്രൂസ് പറയുന്നത് കേൾക്കേ വഴിയുള്ളൂ. എന്താ പക്രു ഇത്രയും താമസിച്ചത്? ഏയ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ? ആ, കിട്ടി. ഡിക്രൂസേ, അല്ല പ്രൊഫസർ ഡിക്രൂസേ, എന്തിനാ ഈ ബലൂൺ? ന്യൂ ഇയറിന് പറത്താനാ? അതെ, ന്യൂ ഇയറിന് പറത്താൻ തന്നെ. പക്ഷേ വെറുതെ പറത്താനല്ല. ഇതിൽ നമ്മുടെ വാൽമുളയ്ക്കും മരുന്ന് നിറയ്ക്കും. ശേഷം ഹൈഡ്രജൻ നിറച്ച് ഇതിനെ പറത്തിവിടും. ഒരു നിശ്ചിത ഉയരത്തിലെത്തുമ്പോൾ ഇതിനെ പൊട്ടിക്കും. അങ്ങനെ മരുന്ന് അന്തരീക്ഷ വായുവിൽ പരക്കും. അത് ശ്വസിക്കുന്ന എല്ലാവരും പിറ്റേന്ന് നേരം പുലരുമ്പോൾ വാൽമുളച്ച മങ്കി. ഒരു വലിയ തടി കിട്ടിയിരുന്നെങ്കിൽ അവന് തലക്കിട്ടൊന്ന് കൊടുക്കാമായിരുന്നു. എന്താ പക്രു ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാനൊരു സമ്മാനം തരുന്നതിനെ പറ്റി ആലോചിച്ചതാ. ഓ, അതൊന്നും ഇപ്പോ വേണ്ടാന്നേ. എന്താകും പക്രു നമ്മളെ കണ്ട് ഓടിയത്? ഇനി അവന് നമ്മളോട് വല്ല പിണക്കവും കാണുമോ? അതൊന്നും ആകില്ല. എനിക്കെന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. എനിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൻ ആ ഡിക്രൂസിന്റെ വീട്ടിലേക്കാ പോകുന്നത് കണ്ടത്. അപ്പോ പിന്നെ ഡിക്രൂസിനൊപ്പം ചേർന്ന് അവനും എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. ദേ പക്രു, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്നാൽ അവനെ കിട്ടില്ല. ഞാനും ജോബിയും ഇതുവഴി പോകാം. നിങ്ങൾ അപ്പുറത്തു കൂടി വാ. ശരി. നിങ്ങളെന്താ ഇവിടെ? ഓടാൻ നോക്കണ്ട പക്രു, നീ പെട്ടു. പറയൂ പക്രു, എന്താ ഞങ്ങൾ നിന്നോട് ചെയ്ത തെറ്റ്? നീ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോ ഓടിയത്? നീ തല കുനിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ഞങ്ങളോട് കാര്യം പറഞ്ഞേ പറ്റൂ. പറയൂ പക്രു. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല കൂട്ടുകാരെ. സത്യത്തിൽ പേടിയാണ്. പക്രു എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത്? നിങ്ങളെ അല്ല, ആ ഡിക്രൂസിനെ. ഡിക്രൂസിനെയോ? എന്താ കാര്യം? അത് പിന്നെ അപ്പോൾ അതാണ് കാര്യം. എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയാഞ്ഞേ? പുറത്തു പറഞ്ഞാൽ എനിക്കും വാലു വരുത്തുമെന്ന് അവന്റെ ഭീഷണി. അയ്യോ, അപ്പൊ അതാണ് കാര്യം. പാവം പക്രു. അല്ല, ഈ മരുന്ന് ബലൂണിൽ കയറ്റി പറത്തി പൊട്ടിച്ചാൽ നിങ്ങളുടെ ദേഹത്ത് വീടില്ലേ? അതിനവൻ ഒരു ഗുളിക കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കഴിച്ചാൽ വാലു മുളക്കില്ലെന്നാ അവൻ പറയുന്നേ. നിങ്ങൾ അറിഞ്ഞു അവൻ അറിഞ്ഞാൽ എനിക്കും വാലുറപ്പാ. നീ പേടിക്കാതെ പക്രു, നമുക്ക് വഴിയുണ്ടാക്കാം. എങ്ങനെ? അതൊക്കെയുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പ്രൈസ് ദ ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്തു പറ്റി കൂട്ടുകാരെ? ഡിക്രൂസ് ഒരു മരുന്ന് കണ്ടുപിടിച്ചു, വാൽ മുളയ്ക്കുന്ന ഒരു മരുന്ന്. അതുപയോഗിച്ച് ഈ ന്യൂ ഇയറിന് നമുക്കെല്ലാവർക്കും വാൽ മുളപ്പിക്കാൻ പോകുന്നു. അവനെ മങ്കിപ്പൻ എന്ന് വിളിച്ചതിന് എല്ലാവരോടും പ്രതികാരം ചെയ്യുന്നതാ. ഓഹോ, നല്ല കണ്ടുപിടുത്തമാണല്ലോ. അവനൊരു മിടുക്കൻ തന്നെ. സെറാഫിൻ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു മോശം കണ്ടുപിടുത്തമാകാം. പക്ഷേ എല്ലാത്തിനും ഒരു നല്ല വശം കൂടിയുണ്ട് കൂട്ടുകാരെ. കുഞ്ഞുമാലാകമാരേ, അയ്യോ, ഇവരുടെ വാലുകൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ കൂട്ടത്തിലെ മനുഷ്യർ തന്നെ വേട്ടയാടി മുറിച്ചതാ. അയ്യോ പാവങ്ങൾ. അപ്പോ ഇതാണ് സെറാഫിൻ പറഞ്ഞ നല്ല കാര്യമല്ലേ? തീർച്ചയായും നാളത്തെ പുതുവർഷം പിറക്കുമ്പോൾ ഡിക്രൂസ് ഇവർക്കെല്ലാം പുതിയ വാലുകൾ നൽകും. പക്ഷെ എങ്ങനെ? അവനത് ഇന്നു രാത്രി തന്നെ വെല്ലുവിളിൽ നിറയ്ക്കും. 12 മണിയാകുമ്പോൾ അത് ആകാശത്ത് ചെന്ന് പൊട്ടും. പേടിക്കാതിരിക്കൂ പക്രു, ഞാനില്ലേ. ഇനി വെറും അരമണിക്കൂർ. അത് കഴിയുമ്പോൾ എല്ലാവർക്കും ഓരോ വാല്. ലോകമേ, നാളെ പുതുവർഷത്തിൽ ഒരു പുതുവാലോടെ ഉണരാൻ തയ്യാറായിക്കൊള്ളൂ. ഹാപ്പി ന്യൂ ഇയർ കൂട്ടുകാരെ. ഹാപ്പി ന്യൂ ഇയർ ജോബി ജോളി. സെറാഫിൻ നമ്മളെ രക്ഷിച്ചു, ആർക്കും വാല് വന്നില്ല. സെറാഫിൻ വാക്ക് പറഞ്ഞാൽ വാക്കാ. പക്ഷേ എങ്ങനെ സംഭവിച്ചെന്നറിയാൻ ഒരാഗ്രഹം. ശരിയാ. ജോബി ജോളി, നിങ്ങൾ ഒരിക്കൽ കൂടി സെറാഫിനെ വിളിക്ക്. എന്താ സംഭവിച്ചെന്നറിയാലോ? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്താ സംഭവിച്ചതെന്നറിയാൻ ആകാംക്ഷയായി അല്ലേ? വരൂ, കാണിച്ചു തരാം. പക്രു, ഇനി ഡിക്രൂസിനെ ഒന്ന് വിളിച്ചേ. ഡിക്രൂസേ, പ്രൊഫസർ ഡിക്രൂസേ. ഞാനല്പം തിരക്കില്ല, പോയിട്ട് പിന്നെ വാ. ഇവിടം വരെ വാ പ്രൊഫസറെ, ഒരു കാര്യം പറയാനാ. ഞാനില്ല, തിരക്കിലാണെന്ന് പറഞ്ഞില്ലേ. കളിയാക്കല്ലേ. ഇതെങ്ങനെ സംഭവിച്ചു സെറാഫിൻ? അതൊക്കെയുണ്ട്, ഇനിയും ഉണ്ട് കാഴ്ചകൾ. കുഞ്ഞുമാലാഖമാരേ, എല്ലാം ഞാൻ പറഞ്ഞു തരാം.
കണ്ണുകൾ അടച്ചോളൂ. അപ്പോൾ ബലൂണിൽ ഉണ്ടായിരുന്നത് ഹോളി വാട്ടർ. അപ്പോ ഡിക്രൂസിന്റെ വാല്? പേടിക്കണ്ട, അതല്പസമയത്തിനകം പൊയ്ക്കൊള്ളും. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം, ഇനിമേലിൽ ആരെയും കളിയാക്കില്ലെന്ന്. തീർച്ചയായും സെറാഫിൻ. അപ്പോ ഈ ന്യൂ ഇയറിലെ അടുത്ത പ്രതിജ്ഞ, ഇനിമേലിൽ ഞാൻ ആരെയും കളിയാക്കില്ല. എല്ലാ പ്രവൃത്തികൾക്കും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകട്ടെ. നന്മ മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക.